ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനെന്ന് വിചാരിച്ചു ഇന്നത്തെ ഒരു വർക്കിംഗ് ഡേ വ്ലോഗ് എടുക്കാമെന്ന്. ഇന്നൊരു സാറ്റർഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു. ഇന്ന് എനിക്ക് 8:30ക്കാണ് വർക്ക്. അപ്പം അതനുസരിച്ച് പോയാൽ മതി. അപ്പോൾ ഞാൻ വേഗം ഒന്ന് റെഡി ആവുന്നത്, എന്നിട്ട് കാണാം കേട്ടോ. എൻ്റെ ബേസിക് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കൺസീൽ എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ഇടാം. അത്രയേ ഉള്ളൂ, ചെറിയ ഒരു പരിപാടിയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോകാം. കാരണം 8:30ക്കെങ്കിലും എത്തണം. എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു 7:30 7:40 എല്ലാം ആകുമ്പോഴത്തേനും ഇറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ എനിക്കെൻ്റെ ബസ്സും മിസ്സാവും, ഞാൻ എത്താനും ലേറ്റാവും. അപ്പോൾ once again welcome back to my YouTube channel. So if you are watching my video for the very first time, please do subscribe my YouTube channel. അപ്പോൾ എൻ്റെ പേര് അഞ്ജന. ഞാനിപ്പോൾ ഇവിടെ സിംഗപ്പൂർ കാർഡിയാക് ടെക്നോളജിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ കുറച്ച് പോയിട്ടുള്ളതാണ്, ജലദോഷമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ സൗണ്ടിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പം എൻ്റെ മോർണിംഗ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി നിൽക്കുവാണ്. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഹാഫ് ഡേ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. സാറ്റർഡേ ഒന്ന് എണീച്ച് പോകണമെങ്കിൽ ഇങ്ങനത്തെ ചില പരിപാടികളൊക്കെ നടക്കണം, എന്നാൽ മാത്രമേ എണീച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. ആകെ 4 മണിക്കൂർ ആ ഡ്യൂട്ടി ഉള്ളൂ. ഒന്ന് ഏകദേശം ലേറ്റായി. ഞാനിപ്പം 7:30ക്ക് ഇറങ്ങണം എന്നാണ് വിചാരിച്ചത്. 7:30ക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിലും ഒരു 7:35 40ക്ക് ഇറങ്ങിയാലും കുഴപ്പമില്ല. കാരണം ഇന്ന് 8:30ക്ക് എത്തിയാൽ മതി, അതുകൊണ്ട് സീനില്ല. പക്ഷെ എന്നാലും 7:30യോട് അടുക്കാറാവുമ്പോൾ ലേറ്റായ മാതിരി തോന്നുന്നുണ്ട് എനിക്ക്. ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നിന്നിട്ട് കഴിക്കാം. ആ ടൈമിൽ എൻ്റെ ഗ്രീൻ ടീയുടെ റെഡിയാവും. ഗ്രീൻ ടീ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നല്ലോണം കടുപ്പമായാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. സോ നമുക്കിത് കളയാം. നോർമലി എൻ്റെ എല്ലാ വീഡിയോസിലും ബാത്റൂമിൽ നിന്നാണ് ഞാൻ റെഡി ആവാറ് പൊതുവേ. കാരണം റൂമിലിപ്പം ഞാൻ രാവിലെ ഇവിടുന്ന് ഒരു 7:15 7:20 ഒക്കെ ആകുമ്പോഴാണ് ഞാൻ ഇറങ്ങിയിട്ട് പോവാറ്. അപ്പോൾ ആ ടൈം റൂമിൽ ശ്രീ ഉറങ്ങുന്നുണ്ടാവും. അപ്പം ഞാൻ ലേറ്റൊക്കെ ഇട്ടിട്ട് ഉറക്കം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഞാൻ വ്യത്യസ്തമായിട്ട് വേറെ റൂമിൽ നിന്നാണ് ഞാനിന്ന് വീഡിയോ എടുത്തുകൊണ്ടുണ്ടായത്. സോ കുറച്ച് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എൻ്റെ ഒരു ഐബ്രോ പൊട്ടിപ്പോയി. അങ്ങനെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി. ഇനിയിപ്പം ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് സ്പീഡ് നടന്നാൽ ഒരു 7 to 8 മിനിറ്റ്സിൽ നമ്മളെത്തും. അതല്ല മെല്ലെ നടന്നാൽ കറക്റ്റ് 10 മിനിറ്റിലേ എത്തും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ലിഫ്റ്റ് കയറി പോകുന്നുണ്ട്. അത് കുറച്ച് ലേറ്റ് ആവുമെന്നൊരു സംശയം. 8:30ക്ക് എത്തിയില്ലെങ്കിൽ ഇപ്പം എനിക്ക് ടെൻഷനാണ്. ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ വീക്കെൻഡ് അല്ലേ, അതുകൊണ്ട് അത്ര തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട്
വിചാരിച്ച ടൈമിൽ തന്നെ പെട്ടെന്ന് എത്തും നമ്മൾ. അതായത് നോർമലി എനിക്ക് ഇടുന്ന ഹോസ്പിറ്റലിലേക്ക് കറക്റ്റ് ഒരു 40 മിനിറ്റ്സ് അല്ലെങ്കിൽ നിയർലി 1 അവർ ഉണ്ട്. സാധാരണ മൺഡേ ടു ഫ്രൈഡേ പോവുകയാണെങ്കിൽ നല്ല തിരക്കുള്ള ദിവസം എല്ലാവരും ഓഫീസിൽ പോകുന്ന ടൈമാണത്. അതല്ല വീക്കെൻഡ് ആണെങ്കിൽ തിരക്കൊക്കെ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ഹാഫ് ആൻ അവറിൽ ഞാൻ എത്തും. ഇന്നിപ്പോൾ ഞാൻ ഹാഫ് ആൻ അവറിൽ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ നോർമൽ പോകുന്നൊരു ടൈം ആയി. പക്ഷേ അറിയില്ല, കറക്റ്റ് ചിലപ്പം കറക്റ്റ് ടൈമായിരിക്കും എത്തുന്നത്. കറക്റ്റ് 8:30 എത്തുന്നത്. അങ്ങനെ ആവാനാണ് ചാൻസ് കൂടുതൽ. നാട്ടിലത്തെ പോലെ തന്നെ ഇവിടെ സിംഗപ്പൂരും ഭയങ്കര ചൂടാണ് കേട്ടോ. ഇപ്പം ഞാൻ ആടുന്ന് ഇവിടത്തേക്ക് നടന്നിട്ട് എത്തുമ്പോഴത്തേക്ക് തന്നെ വിയർത്തൊലിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കവേർഡ് ഷൂസ് ആയിരിക്കണം കേട്ടോ. കവേർഡ് ആയിരിക്കണം എപ്പോഴും നമ്മുടെ ലെഗ്സ്. അപ്പോൾ നമ്മൾ ഷൂ അതുകൊണ്ട് കമ്പൽസറി ആണ്. ക്രോക്സ് ആയാലും എന്തായാലും കുഴപ്പമില്ല, പക്ഷേ കവേർഡ് ആയിരിക്കണം. പിന്നെ സാറ്റർഡേ യൂണിഫോം ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് എന്തും ഇട്ടിട്ട് പോവാം സാറ്റർഡേ. പക്ഷെ ഞാൻ ഇന്ന് യൂണിഫോം ഇട്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നോർമലി ഇപ്പോൾ എല്ലാ ദിവസവും യൂണിഫോം തന്നെയാണ് ഇടൽ. പക്ഷേ ഔട്ട് പേഷ്യൻ്റ് ആണ് ഡ്യൂട്ടി എങ്കിൽ നമുക്ക് യൂണിഫോം ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബാക്കി എല്ലാ ഡ്യൂട്ടീസ് ആണെങ്കിലും നമ്മൾ എന്താ പറയുക, വാർഡഡ് പേഷ്യൻസൊക്കെ വരുന്നതുകൊണ്ട് യൂണിഫോമിലാണ് നിൽക്കാറ്. പക്ഷേ ഔട്ട് പേഷ്യൻറ്റിൽ വലിയ കമ്പൽസറി ഒന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കറക്റ്റ് ടൈമായിരിക്കും എത്തുന്നതെന്ന്. ഇപ്പം ടൈം 8:26. ഫേസ് സ്കാനൊക്കെ ചെയ്ത് ഇനിയിപ്പം കയറണം. ഇനിയിപ്പോൾ ഫേസ് സ്കാൻ ചെയ്തിട്ട് നേരെ ഡ്യൂട്ടിക്ക് കയറും. പുറത്ത് നല്ല ചൂടാണെങ്കിലും ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. ഭയങ്കര തണുപ്പായിരിക്കും ഇവിടെ ഹോസ്പിറ്റലിൽ എന്നല്ല, നോർമലി എല്ലാ കമ്പനീസിലാണെങ്കിലും ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും ഉള്ളിൽ ഭയങ്കര ടെമ്പറേച്ചർ അവർ ലോ ആയിട്ടാണ് വെക്കുള്ളൂ. കാരണം പുറത്തത്തെ ഹ്യൂമിഡിറ്റിയും ചൂടും കാരണമാണ് അതങ്ങനെ വെക്കുന്നത്. ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് കയറട്ടെ. കറക്റ്റ് ടൈമാണല്ലോ കയറി വന്ന്, അതുകൊണ്ട് ലോഗിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പേഷ്യൻസൊക്കെ നോർമലി 8:30 വരും. ഞാനൊന്ന് ഔട്ട് പേഷ്യൻ്റ് ആണ് കേട്ടോ. എൻ്റെ ഇൻ പേഷ്യൻ്റ് ചെയ്ത വ്ളോഗൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ കുറേ ഇൻ പേഷ്യൻറ്റിലുള്ള വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഔട്ട് പേഷ്യൻ്റ് ആണ് ഞാൻ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് പിന്നെ തിരക്കൊന്നും ഇല്ലാത്ത ദിവസമായിരിക്കും നോർമലി വീഡിയോ എടുക്കാൻ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഔട്ട് പേഷ്യൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കൂടുതലൊന്നും എനിക്ക് പേഷ്യൻസോ എക്യുപ്മെൻറ്റ്സോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ആവുന്നതും പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്കിവിടെ പേഷ്യൻ്റ് കെയർ അസിസ്റ്റൻ്റ് ഉണ്ട് കേട്ടോ. ഈ ടവൽസും കാര്യങ്ങളൊക്കെ നമ്മൾ റൂമിലൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ചിലപ്പോൾ അവർ വേറെ തിരക്കിലോ മീൻസ് സാറ്റർഡേ ആണ് അവരെല്ലാ റൂംസിലും എല്ലാ കാര്യങ്ങളും ടോപ്പപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും എടുത്ത് വെക്കാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നമ്മൾക്കത് പോയി ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ആദ്യം വന്നപ്പോൾ തന്നെ നമ്മൾ പേഷ്യൻ്റെ ബെഡും കാര്യങ്ങളൊക്കെ മെഷീൻസും എല്ലാം ക്ലീൻ ആക്കി വെക്കും. എന്നിട്ട് മാത്രമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യൂ. അതേപോലെ തന്നെ പേഷ്യൻറ്റിനെ എക്കോ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ECG ആണെങ്കിലും പ്രോബാണെങ്കിലും എല്ലാം ബെഡും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വെക്കും.
നാട്ടിൽ ഭയങ്കര അപൂർവമായിട്ടാണ് ECG ഒക്കെ കണക്ട് ചെയ്തിട്ട് എക്കോ ചെയ്യുന്നത് ഞാൻ കാണുന്നത്. പക്ഷേ ഇവിടെ എല്ലാം പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഭയങ്കര സ്റ്റാൻഡേർഡായിട്ടാണ് ചെയ്യുന്നത്. ECGയും എല്ലാം കണക്ട് ചെയ്തിട്ട് മാത്രമേ ഒരു എക്കോ ചെയ്യാൻ പറ്റുള്ളൂ. ECG ഇല്ലാത്ത എക്കോ എന്ന് പറയുന്നത് ഇവിടെ വാലിഡ് അല്ല, ഇൻവാലിഡ് ആയിട്ടേ അവർ കണക്ക് കൂട്ടുള്ളൂ. നമുക്ക് എല്ലാ സാറ്റർഡേയ്സും വർക്ക് ഇല്ല കേട്ടോ. മന്ത്ലി 1 സാറ്റർഡേ മാത്രമേ വർക്കുള്ളൂ. ഇൻ കേസ് ഇപ്പം ഈ സാറ്റർഡേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ഗ്രൂപ്പുമായിട്ട് സ്വാപ്പ് ചെയ്യാം. നമുക്ക് ഒരു 4 ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴാണോ പറ്റുന്നത് അതുപോലെ എനിക്ക് ഡ്യൂട്ടി ചെയ്യാം. ഭയങ്കര ഫ്ലെക്സിബിളാണ് സാറ്റർഡേ ഡ്യൂട്ടീസ്. സോ ഇന്നത്തെ ഒരു സാറ്റർഡേ ഡ്യൂട്ടിയാണ് എന്ന് വെച്ചാൽ 4 hour ഡ്യൂട്ടിയാണ്. 8:30 to 12:30 ആണ്. ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉള്ളത് ഔട്ട് പേഷ്യൻ്റാണ്. ഔട്ട് പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി അപ്പോയിൻമെൻ്റൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും ഇന്നേ ദിവസം. അപ്പം പേഷ്യൻ്റ് വരും. ഇന്നിപ്പോൾ ഔട്ട് പേഷ്യൻ്റ് 2 ആൾക്കാരാണ്, ഞാൻ കൂടാതെ വേറൊരു സ്റ്റാഫ് കൂടി ഉണ്ട്. അപ്പോൾ ഇപ്പം എൻ്റെ 2 പേഷ്യൻ്റ് കഴിഞ്ഞു. ടോട്ടൽ 4 പേഷ്യൻ്റ്. ഒരാൾ 4 പേഷ്യൻ്റ് വീതമാണ് എടുക്കേണ്ടത്. മാക്സിമം 4 ഉണ്ടാവും, ചിലപ്പം 3 മാത്രമായിരിക്കും കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ 2 പേഷ്യൻ്റ് ഓൾറെഡി കഴിഞ്ഞു. ഇപ്പോൾ ചെറിയൊരു തൊണ്ടവേദനയും ജലദോഷത്തിൻ്റെയൊക്കെ ഒരു ലക്ഷണം വരുന്നുണ്ട്. പിന്നെ ശ്രീക്ക് ഒരാഴ്ചയായിട്ട് പനിയും ഒക്കെ ആയിട്ടാണ് ഉള്ളത്. അപ്പം ഒരു 2-3 മാസം മുമ്പ് എനിക്കൊരു പനി വന്ന് പോയതേ ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വരൂലായിരിക്കുന്നു. പക്ഷെ ഇപ്പം നല്ല ജലദോഷവും കുറേ പ്രാവശ്യം ഞാൻ തുമ്മിക്കൊണ്ട് നിന്നു. അപ്പം എനിക്ക് തോന്നുന്നു, പിന്നെ നാളെ ലീവാണ് അതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഒരു മണം എനിക്ക് അടിക്കുന്നുണ്ട്. തൊണ്ട ഭയങ്കര കിച്ചിക്കിച്ചാണ്. അതുപോലെ തന്നെ ഇങ്ങനെ മൂക്കുന്നൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. ഇങ്ങനെ നമുക്ക് ആ മൂക്കുലിപ്പ് പോലത്തെ ഒരു ഫീല് വരുന്നുണ്ട്. എന്തായാലും പെട്ടു എന്ന് തോന്നുന്നു. നമുക്ക് വീട്ടിൽ പോയിട്ട് ഒരു ചുക്ക് കാപ്പിയൊക്കെ ആക്കിയിട്ട് കുടിക്കാം, എങ്ങനെയെങ്കിലും തടയാൻ നോക്കാം. കാരണം അല്ലാതെ വേറെ വഴിയില്ല. ഞാൻ വിചാരിക്കുന്നത് ജസ്റ്റ് ഒന്ന് പോയി കുറച്ച് ചൂടുവെള്ളം കുടിച്ചിട്ട് വരാം ആ ടൈമിൽ. അപ്പം നമുക്ക് ഒരു 4 പേഷ്യൻസിനാണ് ഒരാൾക്ക് 4 പേഷ്യൻസിനെ വെച്ചിട്ട് സാറ്റർഡേ ഡ്യൂട്ടി ചെയ്യാനുണ്ടാവും. അപ്പോൾ എൻ്റെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ പാൻട്രിയിലേക്ക് പോയപ്പോൾ നമ്മുടെ പോട്ടർ ഉണ്ട്, നമ്മളെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന ആളവിടെ ഇരുന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വെറുതെ എടുത്തു എന്നുള്ളൂ. പിന്നെ നമുക്കിവിടെ 5th ഫ്ലോറിൽ കോഫി കിട്ടും കേട്ടോ. അപ്പോൾ കോഫി കിട്ടുമെന്ന് വിചാരിച്ച് പോയതാണ്, പക്ഷേ അവിടെ നിന്ന് കോഫി ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ കോഫി കൂടി കണ്ടുവന്നു. അപ്പോൾ എനിക്ക് 3 സ്ഥലത്താണ് നമുക്ക് ഡ്യൂട്ടി ഉണ്ടാവാറ്. ഒന്ന് ഔട്ട് പേഷ്യൻ്റ്, പിന്നെ ഒന്ന് പോർട്ടബിൾ, അതുപോലെ തന്നെ ഇൻ പേഷ്യൻ്റ്. അപ്പോൾ ഇൻപേഷ്യൻ്റ് പെടുന്നതാണ് ഈ പോർട്ടബിളൊക്കെ. ഇൻപേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ വാർഡഡ് പേഷ്യൻസ് ആണ്. അതായത് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസാണ് ഇൻപേഷ്യൻറ്റിൽ ഉണ്ടാവുന്നത്. അതിൽ നമ്മൾക്ക് പോർട്ടബിൾ എന്ന് പറയുന്ന സമയത്ത് ICU അങ്ങനെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റും അതുപോലെ തന്നെ ഹൈ ഡിപ്പെൻഡൻസി വാർഡിലൊക്കെ നമ്മൾ പോയി ചെയ്യുന്നതാണ് ഈ പോർട്ടബിൾ എക്കോസ്. അതായത് ഭയങ്കര ഡേഞ്ചറസ്ലി ഇൽ പേഷ്യൻസിനൊക്കെ നമ്മൾ പോർട്ടബിളാണ് നോർമലി ചെയ്യാറ്. കാരണം ആ പേഷ്യൻസിനെ നമുക്ക് എന്തായാലും ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പോർട്ടബിൾ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഔട്ട് പേഷ്യൻ്റ്, ഇപ്പം ഞാൻ ഇന്ന് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ഔട്ട് പേഷ്യൻ്റ്. അതായത് ഓൾറെഡി സിക്കായിട്ടുള്ള പേഷ്യൻസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നോർമലി നമുക്ക് നടക്കാൻ പറ്റുന്നത് എന്തും ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസ്. അതായത് നമുക്ക് വലിയ ഇല്ലായിരിക്കില്ല, എന്നാലും നമ്മൾക്ക് നടന്നു പോകാൻ പറ്റുന്ന അങ്ങനത്തെ പേഷ്യൻസ് ആയിരിക്കും നോർമലി OP പേഷ്യൻസ് ഉണ്ടാവുക. അപ്പോൾ അതാണ് എൻ്റെ ഇന്നത്തെ ഡ്യൂട്ടി. അതുപോലെ തന്നെ ഇൻ പേഷ്യൻ്റ് നമുക്ക് 2 സെൻറ്റർ ഉണ്ട്. എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് നമ്മുടെ ഒരു വലിയ ഹോള്, ഒരു വലിയൊരു ഹോളാണ്. അതിൽ 4 സെക്ഷനായിട്ട് റൂംസ് ഉണ്ട്.
അപ്പം അവിടത്തേക്ക് എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് വരുന്ന പേഷ്യൻസ് ആയിരിക്കും. നമുക്ക് പോർട്ടേഴ്സ് ഉണ്ട്. പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനെ നമുക്ക് വാർഡിൽ നിന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർ നമ്മൾ ലിസ്റ്റ് കൊടുക്കും, ഷെഡ്യൂൾ ചെയ്ത ലിസ്റ്റ് കൊടുക്കുമ്പോൾ അവർ പേഷ്യൻസിനെ പോയിട്ട് പിക്ക് ചെയ്ത് വരും. അങ്ങനെ ഇൻ പേഷ്യൻറ്റിൽ നാല് സ്റ്റാഫ്സ് അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് കൗണ്ടറിൽ PSA ഉണ്ടാവും. PSA എന്ന് വെച്ചാൽ ഈ പേഷ്യൻ്റ് ഷെഡ്യൂളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ. അവരാണ് പേഷ്യൻസിനെ, പോർട്ടേഴ്സിനെ എല്ലാ വാർഡിലേക്കും വിളിച്ച് പറയുന്നതും കാര്യങ്ങളൊക്കെ അവരായിരിക്കും. കാരണം അവിടെ ഓൾറെഡി ഒരു PSA ഉണ്ട്. പിന്നെ ഇതേ ഇൻ പേഷ്യൻ്റ്, അതായത് വാർഡഡ് പേഷ്യൻസിനെ കുറച്ചുകൂടി ഓൾഡ് ഏജ് പേഷ്യൻ്റ് ആയിരിക്കും വേറൊരു സ്ഥലത്ത് എന്ന് വെച്ചാൽ ഇൻ്റഗ്രേറ്റഡ് ബിൽഡിങ്ങിലുണ്ട് നമ്മൾ IBയിൽ. അപ്പോൾ അവിടെ ഇവിടെ കുറച്ച് വാർഡ് മാത്രമേ ഉള്ളൂ. അവിടെ ബാക്കി കുറച്ച് വാർഡ് അവിടെയാണുള്ളത്. അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു ലിങ്ക് ബ്രിഡ്ജ് ഉണ്ട് അവിടത്തേക്ക്. അപ്പം നമ്മൾ അങ്ങനെയാണ് പോവുക. അവിടെ ഒറ്റൊരു സ്റ്റാഫ് മാത്രമേ പോസ്റ്റിംഗ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പം അവരെന്നെ നമ്മൾ ചിലപ്പോൾ അവർ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. എമർജൻസി പേഷ്യൻ്റ് ഏതാണോ, ഡിസ്ചാർജ് ചെയ്യുന്ന പേഷ്യൻ്റ് ഏതാണോ എന്നൊക്കെ നോക്കിയിട്ട് വാർഡിലേക്ക് വിളിച്ച് നോക്കിയിട്ട് പേഷ്യൻസിൻ്റെ കണ്ടീഷൻസും അങ്ങനെ ഒക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം അവിടെ ഒരു പോർട്ടർ ഉണ്ടാവും, അത് നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ വിളിച്ച് പറയുന്നതല്ല അവിടെ നമ്മളായിരിക്കും ചെയ്യുന്നത്, കാരണം അവിടെ PSA ഒന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയാണ് ഡ്യൂട്ടീൻ്റെ കാര്യങ്ങളൊക്കെ. നമുക്കപ്പം ഡെയിലി ഒരു 9 പേഷ്യൻസ് മാക്സിമം. ഇൻ പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് ഒരു 7 പേഷ്യൻസ് മാത്രം എടുത്താൽ മതി. മോർണിംഗ് 4, ഈവനിങ് 3 അങ്ങനെയാണ് നമ്മൾ എടുക്കാറ്. ഔട്ട് പേഷ്യൻ്റ് ആണെങ്കിൽ മോർണിംഗ് 5, ഈവനിങ് 4 അങ്ങനെയാണ് ഉള്ളത്. പക്ഷെ ഔട്ട് പേഷ്യൻറ്റിൽ എപ്പം മോർണിംഗ് 4ഉം ഈവനിങ് 3 മാത്രമേ വരാറുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പോർട്ടബിൾ ആണെങ്കിലും സെയിം, ഇൻ പേഷ്യൻസ് 7 കൗണ്ട് വൈസാണ് നമ്മൾ എടുക്കാറ്. ഇന്ന് സാറ്റർഡേ മന്ത്ലി 1 സാറ്റർഡേ മാത്രമേ വർക്ക് ഉണ്ടാവുള്ളൂ. ഒരു 4 സെക്ഷനായിട്ട് ഗ്രൂപ്പ് ഉണ്ട്, ABCD. അപ്പം ഓരോരോ സാറ്റർഡേയും ഓരോരോ ഗ്രൂപ്പാണ് വർക്ക് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് ഈ സാറ്റർഡേ വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ സാറ്റർഡേ പണിയും കുറച്ച് കുറവായിരിക്കും. കമ്പാരിറ്റീവ്ലി ഭയങ്കര റഷോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നമ്മളെ ടൈം എടുത്തിട്ട് എല്ലാം ചെയ്യാം. പിന്നെ 4 hours മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ 12:30 ആകുമ്പോഴത്തേക്ക് നമ്മളെ വർക്ക് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോവാം. അപ്പം അങ്ങനെയാണ് ഡ്യൂട്ടിയും പോസ്റ്റിങ്സിൻ്റെയൊക്കെ കാര്യങ്ങൾ. ഇവിടെ കാലാവസ്ഥ പെട്ടെന്നാണ് കേട്ടോ മാറൽ. ഒരു സൈഡ് വെയിലാണെങ്കിൽ മറ്റേ സൈഡ് മഴയായിരിക്കും. പെട്ടെന്നായിരിക്കും ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നത്. അങ്ങനെ പേഷ്യൻസ് ഒക്കെ കഴിഞ്ഞു. ഡെയിലി ഞാൻ പറഞ്ഞില്ലേ 4 പേഷ്യൻസ് മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ എന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അവിടെ എത്തിയപ്പോൾ 7-Eleven എത്തിയപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി, ഫ്രൂട്ട്സ് കഴിക്കണോ അതോ നൂഡിൽസ് കഴിക്കണോ എന്നൊക്കെ. അപ്പോഴാണ് ഞാൻ അവിടെ ബർഗർ കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതുവരെ ഇവിടുന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇവിടുന്ന് ഞാൻ ഫുഡ് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെ. അപ്പം ഞാൻ ഇവിടുന്ന് രാവിലെ ഇറങ്ങുമ്പോൾ ആ മുട്ട കഴിച്ചതേ ഉള്ളൂ. പോയിട്ട് ഇനി ഫുഡ് കുക്ക് ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കുക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് എനർജി വേണമെങ്കിൽ ഇവിടുന്ന് കഴിച്ചിട്ട് പോകണം. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ നമുക്ക് അതിന് ഫുഡ് കഴിക്കാനുള്ള ടൈം ഉണ്ട് കേട്ടോ. ഇത് ഞാൻ $2 ഈ ഒരു ബർഗർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു പ്രൈസിന് ഇത് ധാരാളമായിരുന്നു. നല്ല ഉള്ളിൽ ചീസും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ
അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന പോലത്തതായിരുന്നു. അപ്പോൾ ഏകദേശം നമുക്കിപ്പോൾ ഇറങ്ങാനുള്ള ടൈമായി. അപ്പോൾ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഇറങ്ങാൻ. നേരത്തെ പറഞ്ഞല്ലോ, ഈച്ച് പേഷ്യൻ്റ് കഴിഞ്ഞപാട് നമ്മളെല്ലാം വൃത്തിയാക്കണം. അപ്പം അതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ പാൻട്രിയിൽ പോയി ഇരുന്നിട്ടുണ്ടായത്. അങ്ങനെ ഷട്ട് ഡൗൺ ചെയ്യേണ്ട സമയമായി. അങ്ങനെ ഷട്ട് ഡൗണൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ ഈ ഡ്യൂട്ടീൻ്റെ കാര്യങ്ങളൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അബ്രോഡിലത്തെ ഡ്യൂട്ടി ടൈമിങ്ങും വർക്കൊക്കെ എങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്, ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. കാരണം നാട്ടിലത്തെയും ഇവിടുത്തെയും വർക്കിംഗ് പ്രോട്ടോക്കോൾ ഭയങ്കര ഡിഫറെൻ്റാണ്. അങ്ങനെ അതുകൊണ്ടാണ് ഞാനത് ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. ഡ്യൂട്ടി കഴിഞ്ഞു, ഞാൻ ഇറങ്ങി. വിക്സ് മിഠായി തിന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ റെഡിയാവില്ല. ഇത് നോക്ക്, നല്ല ഭംഗിയില്ലേ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ 12:30 വരെയാണ് ഷിഫ്റ്റ് ഉണ്ടായത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. ഇനി നേരെ പ്രൈമിൽ പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. നോർമലി വീക്കെൻഡിൽ നമുക്ക് ചായ, നമ്മൾ ഫുൾ ഡേ വീട്ടിലുണ്ടാവുന്നതുകൊണ്ട് ചായ കൂടുതൽ കുടിക്കുന്നതുകൊണ്ട് പാൽ പെട്ടെന്ന് തീരും. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ഗ്രോസറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കാലിയായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് പോവുകയാണ് ഞാൻ. അപ്പോൾ പോയിട്ട് ഫുഡ് ആക്കാനുള്ള ചിക്കനും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കാനൊരു പ്ലാൻ ഉണ്ട്. പക്ഷേ ഇന്ന് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയില്ല. ഞാനിന്ന് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് പിന്നെ പനിയെല്ലാം ആയതുകൊണ്ട് ഞാനിന്ന് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം നേരെ റൂമിലെത്തിയിട്ട് നേരെ ഫ്രഷപ്പായി അതിന് ശേഷം ആണ് ഫുഡാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അങ്ങനെ ശ്രീയും ഞാനും കൂടിയിട്ട് ഫുഡ് ഉണ്ടാക്കി. ഓനെന്നെ ഹെൽപ്പാക്കി ചിക്കനൊക്കെ മുറിച്ച് തരാൻ. വീഡിയോ എടുക്കാനൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വന്നപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഫ്രഷപ്പായി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് വല്ലാത്തൊരു ജലദോഷവും തൊണ്ടവേദനയെല്ലാം പോലെ വരുന്നതെന്ന്. അത് സത്യമാണ്. ഞാൻ ഇത്രയും നേരം തുമ്മിക്കൊണ്ടിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ നല്ല ജലദോഷമായി. അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ സാധനമൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം കട്ട്ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ ദിവസമായി നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ആക്കാമെന്നാണ് വിചാരിച്ചത്. ഇന്നിപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻ ആയതുകൊണ്ട് എനിക്കറിയില്ല. ഓക്കെ ആണെങ്കിൽ വൈകുന്നേരം ആക്കും. ഇപ്പോൾ ഇവിടെ ഞാനും ശ്രീയും പിന്നെ ശ്രീൻ്റെ ഏട്ടനും മാത്രമേ ഉള്ളൂ. നീതു അവളെ കൊളീഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് മലേഷ്യയിൽ എന്തോ ഡൂറിയൻ ഫെസ്റ്റിന് പോയിട്ടുള്ളതാണ്. അപ്പം ഓൾ ഇന്ന് രാത്രിക്കേ എത്തുള്ളൂ. അപ്പം പറ്റുവാണെങ്കിൽ വൈകുന്നേരത്തേക്ക് എൻ്റെ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ ഞാൻ എന്തായാലും ചിക്കൻ കട്ട്ലേറ്റ് ആക്കാമെന്ന് വിചാരിക്കുന്നത്. ശ്രീ എന്തായാലും എന്നെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം ചിക്കനൊക്കെ എനിക്ക് ഇപ്പം ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ. അപ്പം ഫുഡ് കഴിക്കാനുള്ള എല്ലാം എനിക്ക് മുറിച്ച് തന്നിട്ടാണ് ശ്രീ പോയത്. അപ്പം ഞങ്ങൾക്ക് ജസ്റ്റ് ഇനി കുക്ക് ചെയ്യേ വേണ്ടു. ദോശയും ചിക്കൻ കറി ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇനി പിന്നെ കാണാം. ഓക്കെ.
നമ്മൾ ഇപ്പം ദോശ ബാറ്റർ വാങ്ങാറില്ല കേട്ടോ. നമ്മളിപ്പോൾ ദോശമാവ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സോന മസൂരി വെച്ചിട്ടാണ് ദോശമാവ് ഉണ്ടാക്കൽ. അപ്പോൾ അതിൻ്റെ മാവ് കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് ദോശ ഉണ്ടാക്കി. പിന്നെ കിടന്നുറങ്ങി കേട്ടോ ഞാൻ. പിന്നെ എനിക്കൊന്നും ബോധേ ഉണ്ടായിരുന്നില്ല. കിടന്നുറങ്ങിയിട്ട് പിന്നെ രാത്രി 9 മണിക്കാന്ന് തോന്നുന്നു എഴുന്നേറ്റത്. പിന്നെ എഴുന്നേറ്റിട്ട് നേരെ ഒരു ചായ കുടിക്കാൻ തോന്നി. കാരണം തൊണ്ടവേദന എടുത്തിട്ട് കഴിയുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചൂട് എന്തെങ്കിലും കുടിക്കാമെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ചായ ഉണ്ടാക്കി തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ നീതി എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി ചായ കുടിച്ചു. ആ ചൂട് ചായ ഒന്നും കുടിച്ചപ്പോൾ തന്നെ തൊണ്ടക്ക് ഭയങ്കര ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു സിനിമയൊക്കെ കണ്ടാടിയിരുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗാണ്. പിന്നെ എൻ്റെ വർക്ക് ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ പെട്ടെന്ന് ഹെൽത്ത് ഇഷ്യൂസായി. വർക്ക് കഴിഞ്ഞ് വർക്കിൻ്റെ ഇടയിലുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് തിരിച്ചെത്തിയപ്പോൾ തീരെ വയ്യാണ്ടായി. പക്ഷെ എന്നാലും നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കിടന്ന് ഉറങ്ങി. ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു 5:30 കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പം 9 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. നല്ല പനിയുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കട്ട്ലേറ്റ് ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് ചിക്കനൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ഒരു എന്താ പറയുക, അതിനുള്ള ഒരു ശേഷി, അതിനുള്ള ഒരു ഇത് എനിക്കില്ല. എൻ്റെ അപ്പോൾ ഫോണിൻ്റെ സ്റ്റോറേജ് തീർന്നിട്ടാണ് കേട്ടോ കട്ടായത്. അപ്പം കട്ട്ലേറ്റ് അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം ഓൾറെഡി ചിക്കനൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നാളത്തേക്കും കഴിയുന്നില്ലെങ്കിൽ അതിനെക്കൊണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം. ഞാൻ വിചാരിക്കുന്നത് നാളെ ഉണ്ടാക്കാമെന്ന്. ഇൻ കേസ് ഇപ്പം നാളെ ഉണ്ടാക്കിയാൽ അതിൻ്റെ എന്തെങ്കിലും ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അല്ലാതെ ശ്രീൻ്റെ അമ്മ നല്ല പാങ്ങിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അമ്മേൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കിയത്. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബിറ്റ്സാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചൊരു കട്ട്ലേറ്റൊക്കെ കഴിച്ചങ്ങിരുന്നു. ബ്രെഡ് ക്രംസ് ഇവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ. നാട്ടിലും കിട്ടും. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് വാങ്ങാൻ കിട്ടും എന്ന്. അങ്ങനെ വൈൻഡപ്പ് ആക്കി കിടക്കാൻ നേരത്ത് ഒരു ടാബ്ലറ്റ് കൂടി കഴിച്ചിട്ട് കിടന്നു. ഈ വ്ളോഗ് എടുത്തത് സാറ്റർഡേ ആണെങ്കിലും സൺഡേ പുലർച്ചെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഒരു ബിറ്റ്സ് കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വ്ളോഗ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഞാൻ പുതിയ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇഫ് യു ലവ് my videos, please do like, share and subscribe my YouTube channel. Okay, bye. See you in the next video. Bye.